നെസ്ലി നന്നായിട്ട് അഭിനയിച്ചു. കുഴപ്പമില്ല, നല്ല പടമല്ലേ. ഈ സിനിമയുടെ ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ കുറച്ച് ലാഗലുണ്ട്. നല്ലൊരു എൻ്റർടൈനറൊക്കെയാണ്. പിന്നെ മറ്റേ നസ്ലാണ് ചെയ്തിട്ടുണ്ട്, സംഗീതം കാണാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ലോജിക്കലായ്മയുണ്ട്, സ്ക്രിപ്റ്റിൽ ലോജിക്കലായ്മയുണ്ട്, കുറച്ച് ലാഗുണ്ട്. പക്ഷേ ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നസലിൻ്റെ ഒരു വ്യത്യസ്തമായ പടമാണ്. ബ്ലോക്ക് ബസ്റ്റർ അടിക്കും. അത് സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് സിനിമ ഇഷ്ടപ്പെടും കേട്ടോ. സിനിമയെ താല്പര്യമുള്ളവർക്ക് ഏതായാലും സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമയാണ്. അതെന്തായാലും സൂപ്പർ ഹിറ്റ് ആവും. സൂപ്പറാണ് കേട്ടോ. നല്ല പടം, അടിപൊളി, നല്ല പഠിച്ചിറക്കിയ പടം. നസലിന് അടിപൊളി. നസലിന് മാത്രമല്ല എല്ലാവരും, വിനീത് ശ്രീനിവാസന്, ഷറഫുദ്ദീന് എല്ലാവരും നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു വ്യത്യസ്തമായ അറ്റംപ്റ്റാണ്, ഒരു വെറൈറ്റി അറ്റംപ്റ്റാണ്. കിടിലനായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് എടുത്തിട്ടുണ്ട് പടം, അടിപൊളി. കിടിലൻ പടം. നസ്ലൻ ഇതുവരെ കാണാത്തൊരു ഷെയ്ഡാണ് നസ്ലൻ. ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കിടിലൻ പെർഫോമൻസ് ആണ്. ഒരു ത്രൂ ഔട്ട് എൻ്റർടൈനറാണ്. നമ്മൾ ഇതുവരെ കാണാത്ത സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ വേറെ പല ആസ്പെക്റ്റാണ്. അതെല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കിടിലൻ പടം. പടം ഡാർക്കാണ്. നമ്മൾ മുകുന്ദനുണ്ണി പോലത്തെ ഡാർക്കല്ല, പക്ഷേ വേറെ രീതിയിൽ കോമഡി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഡാർക്ക് ഹ്യൂമർ നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. കിടിലൻ എൻ്റർടൈനറാണ്. താങ്ക് യു. പരിശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം ഒരു സിനിമ ഇറക്കുന്നത് ഒരു എന്താ പറയുക, സിനിമയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സിനിമ വന്നുകൊണ്ടിരിക്കും. ഓരോ വെള്ളിയാഴ്ച ഓരോ സിനിമ മാറുന്നുണ്ടെങ്കിൽ, നല്ല കഥകൾ വരുന്നുണ്ടെങ്കിലും അത് എഴുതുന്ന തിരക്കഥാകൃത്തിൻ്റെയൊക്കെ ഒരു എന്താ പറയുക മൂല്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കഥ എഴുതുന്ന ആൾ തന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ ഡയറക്ടർ ആകാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു കഷ്ടപ്പാട് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ സിനിമ 2 മണിക്കൂർ അല്ല 2.5 മണിക്കൂർ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നൊരു അല്ല, ദൈവികമായിട്ടൊന്നുമല്ല. സിനിമയ്ക്കുള്ളിലെ ഒരു സ്റ്റോറിയാണ്. അതായത് നമ്മളൊരു എത്ര സ്ട്രഗിൾ ചെയ്യണം, ഡയറക്ടറാണെങ്കിലും ആർട്ടിസ്റ്റുകളാണെങ്കിലും ആരൊക്കെയാണെങ്കിലും നമുക്കൊരു ഒരു സ്ഥാനത്തേക്ക് എത്താൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം. അപ്പം ആ ഒരു കഥയാണ് സിനിമയ്ക്കുള്ളിൽ ഈ സിനിമ. അയ്യോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നസ്ലിൻ പ്രൂഫ് ചെയ്തൊരു ആക്ടറാണ്. എന്നാലും ഇതിൻ്റെ കുറേ നാളുകൾക്ക് ഇപ്പോൾ പുതിയ പടങ്ങളൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. ഇപ്പോൾ വന്ന പടം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം. ിട്ടുള്ള ഡയറക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു നെസ്ലിൻ്റെയും നമ്മുടെ ഷറഫിക്ക, പിന്നെ വിനീത് ശ്രീനിവാസൻ, എല്ലാവരുടെയും ഒരു നല്ലൊരു സിനിമയാണ്. സിനിമയ്ക്കുള്ളിൽ തന്നെ ഒരുപാട് പേരെ വളരാൻ അനുവദിക്കാറില്ല. പക്ഷേ ഒരു കലാകാരൻ എപ്പോഴും വളരുന്നത് ഓരോ ടൈമിലാണ്. ഓരോ വെള്ളിയാഴ്ച ഒരു സിനിമ മാറുന്നു. ഒരു ഇന്നത്തെ കാലത്ത് നടൻ്റെ സ്റ്റാർ വാലുമല്ല, ഒരു കലാമൂല്യമുള്ള സിനിമ വന്നു കഴിഞ്ഞാൽ സിനിമ ഹിറ്റാവും. നല്ലൊരു കഥയുണ്ടെങ്കിൽ സിനിമ വർക്കാവും. സിനിമയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച കുറേ ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി, ഒരു കഥ സിനിമയാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. അതുപോലെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് നെസ്ലിൻ ചെയ്യുന്നത്. കാരണം നമ്മൾ പ്രേമനായകനെയാണ് പുള്ളിനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതിൽ പുള്ളി വേറൊരു ലെവലിലാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ നെസ്ലിനും സംഗീതത്തിൻ്റെ കൂട്ടുകെട്ട് നമുക്കറിയാം, പ്രേമലു സിനിമയും കണ്ടാണ്. അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ ചേട്ടൻ്റെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാവരും ഗംഭീരം. പിന്നെ ആഷിഖ് ഉസ്മാൻ സാറിൻ്റെ നിർമ്മാണത്തിൽ വന്ന നല്ലൊരു സിനിമ. പിന്നെ പേടിപ്പെടുത്തുന്ന രംഗങ്ങളെല്ലാം ഗംഭീരമായിട്ടുണ്ട്. ആകാശഗംഗയ്ക്ക് ശേഷം എന്ന് പറഞ്ഞൊരു പ്രേത സിനിമ കാണുമ്പോൾ ഞെട്ടൽ ഇതിലുണ്ട്. ഗംഭീര സിനിമ, ഫാമിലി എല്ലായിടത്തും കാണാം. നെസ്ലിൻ ഗംഭീരം. എന്തായാലും തൂക്കി, അടിപൊളി പടം.